എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ചെറിയൊരു യാത്രയാണ്. യാത്രയിൽ പോകുന്ന വഴി കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിലാണ് ഉപ്പുവെള്ളം കയറുന്നതിന് നിർമ്മിച്ചിരിക്കുന്നതാണ് ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. ഇത് 1958 ആരംഭിച്ചത്. 75 പണി പൂർത്തിയാക്കി. വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിലേക്ക് കുറുകെയാണ് പണി തീർത്തിരിക്കുന്നത്. ഡിസംബർ മാസങ്ങളിൽ ഷട്ടർ താഴ്ത്തുകയും മെയ് മാസങ്ങളിൽ ഉയർത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടനാട്ടങ്ങളിൽ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്, അതായത് നെൽകൃഷി. കുട്ടനാട് സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്നൊരു പ്രദേശമായതുകൊണ്ട് ഉപ്പുവെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവേ. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. എക്കാലങ്ങളിലെ മലമുകളിൽ നിന്നും വരുന്ന വെള്ളം മാത്രം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വരുന്നുള്ളേ. വേനൽക്കാലത്ത് കുട്ടനാട്ടിൽ കടൽവെള്ളം കയറി കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ആയതുകൊണ്ടേ ഈ ബണ്ട് നിർമ്മിച്ചു. അതായത് കായൽ ജലവും കടലിലെ ഉപ്പ് ജലവും ചേർന്ന ഈ വെള്ളത്തെ ഓരുവെള്ളം എന്നാണ് പറയുന്നത്. മുൻപ് കടലിൽ നിന്നും വേമ്പനാട്ട് കായൽ വഴി കുട്ടനാട്ടിലേക്ക് ഓരുവെള്ളം കയറി നെൽകൃഷി മറ്റും നശിച്ചിരുന്നു സാധാരണമായിരുന്നു. അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പുവെള്ളം കയറുന്ന സമയത്ത് ബണ്ട് അടയ്ക്കുകയും അത് പിന്നീട് ഇറങ്ങുമ്പോൾ ബണ്ട് തുറക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഇപ്പം നമ്മൾ പുന്നമടക്കായലിലാണ് എടുത്തിരിക്കുന്നത്. പുന്നമടക്കായൽ ഹൗസ് ബോട്ടിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ യാത്രാ വിശേഷം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുന്നമടക്കായലിൽ നിന്ന് ഇനി പമ്പ നദിയിലേക്കാണ്. പുന്നമട ജലോത്സവം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ സ്ഥലം. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. വിദേശികളടക്കം ധാരാളം പേരെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പുന്നമടക്കായൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടോ, വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ പ്രധാന ടൂറിസം ഇവിടുത്തെ ഇതാണ് കേട്ടോ, ഹൗസ് ബോട്ടിംഗ് ആണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചൂടൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കായൽ സവാരിയൊക്കെ നല്ല രസമായിരിക്കും, എന്നാലും നല്ല ചൂടാണ്. അപ്പോൾ പല റേറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 1500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഇത് 1500 രൂപയുടെ ഹൗസ് ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. യാത്രാ വിശേഷം കാഴ്ചകളൊക്കെയാണ് നമ്മളീ കാണുന്നത്. നമുക്ക് കാഴ്ചകളും കാണാം, അതിനേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരാം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുന്നമട തടാകം കായൽ ടൂറിസത്തിൻ്റെ തിരക്കേറിയ ഒരു കേന്ദ്രമാണ്. ഓഗസ്റ്റ് മാസം നടക്കുന്ന വാർഷിക നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി എന്ന നിലയിലാണ് പുന്നമടക്കായൽ പ്രസിദ്ധമായത്. പുന്നമടയുടെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ബോട്ടിംഗ് ഹബ്ബുണ്ട്. അതായത് കുട്ടനാടൻ പ്രദേശം പര്യവേഷണം ചെയ്യുന്ന മിക്ക ഹൗസ് ബോട്ടുകളുടെയും ശിക്കാര റൈഡുകളുടെയും ആരംഭം പോയിൻ്റാണ് ഇവിടെ. നെഹ്റു ട്രോഫി വള്ളംകളി, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വള്ളംകളി എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലാണ്. രണ്ടാമത്തെ ശനിയാഴ്ച അടക്കം തടാകം ഈ പ്രധാന പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതാണ്. പരമ്പരാഗത കേരള ഭക്ഷണ വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ശാന്തമായ കായലുകൾ അനുഭവിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ ഹൗസ് ബോട്ട് താമസം തിരഞ്ഞെടുക്കുന്നു. നമുക്ക് ഫ്രഷ് ഫിഷൊക്കെ ഇവരെ അപ്പം തന്നെ പിടിച്ച് കായൽ ഫ്രൈ ചെയ്ത് ഉള്ള സംഭവമൊക്കെ നമുക്ക് ചെയ്തു തരുന്നതാണ്. ആലപ്പുഴ പട്ടണത്തിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വേമ്പനാട് തടാക സംവിധാനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ കായലിൻ്റെ ഹൃദയം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾ പുന്നമട ഒരു പ്രധാന ലക്ഷ്യസ്ഥാനം കൂടിയാണ്. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഏകദേശം 66 കിലോമീറ്റർ ദൂരം. അല്ലെങ്കിൽ ട്രെയിൻ മാർഗമാണെങ്കിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് വരാൻ. ഇപ്പം എളുപ്പമായ മാർഗങ്ങൾ. ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. കൂടുതലും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും പരമ്പരാഗതമായ കേരള ഭക്ഷണവിഭവങ്ങളാണ് ആലപ്പുഴയിൽ ഈ തീരപ്രദേശങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. ഹൗസ് ബോട്ടിൽ താമസിക്കാം. താമസത്തിനുള്ള ഭക്ഷണവും അറേഞ്ച് ചെയ്ത് ഇവർ തരുന്നുണ്ട്. നമുക്കിവിടെ നല്ല പച്ചപ്പ്
ഉള്ള പ്രകൃതി ഭംഗിയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെൽപ്പാടം തന്നെയാണ്. ഈ ബണ്ടിൻ്റെ അപ്പുറം കണ്ടോ വെള്ളം കയറി കിടക്കുന്നേ, തെങ്ങിൻ തോപ്പിൻ്റെ അപ്പുറം, അത് നെൽപ്പാടമാണ്. ഇപ്പോൾ വെള്ളം കയറ്റിയിട്ടേക്കുവാണ്, നെൽപ്പാട്ടത്തിൽ കൃഷിയില്ല. അത് കഴിഞ്ഞിട്ടാണ് കൃഷി വരുന്ന സമയത്ത് അവർ വെള്ളം ഇറക്കി അവിടെ നെല്ല് പെയ്യും. സമുദ്രനിരപ്പിൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത്. കുട്ടനാടൻ ഭാഗത്തൊക്കെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം. മഴക്കാലങ്ങളിലൊക്കെ ഇവിടെ വെള്ളം കയറും, വീടുകളിലെല്ലാം വെള്ളം കയറും. അപ്പോൾ ഇപ്പം നിർമ്മിക്കുന്ന വീടുകളൊക്കെ പില്ലറി പൊക്കി ആണ് പണിത് വീട് നിർമ്മിക്കുന്നതാണ് ഈ ഹൗസ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത്. ഇത് ചെറിയ കയാക്കാട്ടോ, അങ്ങനെ ഹൗസ് ബോട്ടല്ല കയാക്കാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഉള്ള വീടുകളൊക്കെ ഇപ്പം നിർമ്മിക്കുന്ന വീടുകളെല്ലാം പൊക്കിപ്പണിയും. അതുകൊണ്ട് വെള്ളം പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ പുന്നമടക്കായലിൽ ചുറ്റപ്പെട്ട 3 പ്രധാന ദ്വീപുകളുണ്ട്: പാതിരാമണൽ, പെരുമ്പളം, പള്ളിപ്പുറം. അതിൽ പാതിരാമണൽ ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ. ആലപ്പുഴ ജില്ലയിലെ മുഖമ പഞ്ചായത്തിലെ 10ാം വാർഡിൽ പാതിരാമണൽ എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ജലപാതയിലാണ് ഈ ദ്വീപ്. നൂറുകണക്കിന് ദേശാടന പക്ഷിയുടെ വാസസ്ഥലമാണ്. ഈ ദ്വീപ് പക്ഷി നിരീക്ഷിക്കുന്ന ഒരു പറുദീസയാണ്. കുമരകം പക്ഷി സങ്കേതം. പാതിരാമണലും ധാരാളം തെങ്ങുകളും സസ്യങ്ങളും നിറഞ്ഞതാണ്. മനോഹരമായ ഈ ദ്വീപ് ഇന്നിവിടെ വാണിജ്യ വിനോദസഞ്ചാര കമ്പനികളടക്കം ചുവടുവെക്കുന്നു. ധാരാളം വിനോദസഞ്ചാരത്തിന് തന്നെ പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാം പാതിരാമണൽ ദ്വീപിലും പോകാം. എത്തിച്ചേരുന്ന വഴികളിൽ നിന്ന് കുമരകത്ത് നിന്ന് തണ്ണീർമുക്കം ബണ്ടിനും ഇടയിലുള്ള ഈ സ്ഥലത്തേക്ക് പോകുന്നത് ബോട്ടിംഗ് ലഭിക്കും. മോട്ടോർ ബോട്ടിൽ 1.5 മണിക്കൂറും സ്പീഡ് ബോട്ടിൽ 1/2 മണിക്കൂറുമാണ് ദൈർഘ്യം വരുന്നത്. അപ്പം നമുക്ക് ബോട്ടിങ്ങിൽ തന്നെ ഇവിടുന്ന് പോകാൻ കഴിയും കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ആണ്. ആലപ്പുഴ അടുത്താണ് നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഹൗസ് ബോട്ടിൽ വരുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളത് പെരുമ്പളമാണ്. അതും ആലപ്പുഴയിൽ തന്നെയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ എറണാകുളം ജില്ലകൾക്കിടയിലായി 5 കിലോമീറ്ററോളം നീളവും 2 കിലോമീറ്റർ വീതിയിലുള്ള പെരുമ്പളം കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. വലിയ ദ്വീപും പഞ്ചായത്തുമാണ്. 10,000-ലധികം ജനസംഖ്യ അവിടെയുണ്ട്. ഈ ഇടയ്ക്ക് പോയിട്ട് പെരുമ്പലം പാലമൊക്കെ പണിത് അറിഞ്ഞില്ലേ? അത് ഇവരുടെ ഈ പഞ്ചായത്തിലേക്കാണ് പെരുമ്പലം പാലം പണിതത്. അവർ ഇത്രയും നാൾ ഒറ്റപ്പെട്ടൊക്കെയായിരുന്നു. ഒരു യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ വള്ളവും ബോട്ടുമായിട്ട് മാത്രം. ഇപ്പം പാലം പണിത് അവർക്ക് സർക്കാർ പാലമൊക്കെ പണിത് കൊടുത്തു. അപ്പോൾ യാത്ര സുഗമമായിട്ടുണ്ട്. അടുത്ത ദ്വീപ് എന്ന് പറയുന്നത് പള്ളിപ്പുറം ദ്വീപാണ്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളുണ്ട് തവണക്കടവ്, പള്ളിച്ചന്ത, തൈക്കാട്ടുശ്ശേരി, ഒറ്റപ്പുന. അതൊക്കെയാണ് സമീപ പ്രദേശങ്ങൾ. ഈ വരുന്ന ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾ, കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന, ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നവർ, വിദേശികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പുതിയൊരു അനുഭവമാണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഒരു യാത്ര, അവരുടെ ജീവിതത്തിലൊരു യാത്രാനുഭവമായിട്ട് ഈ അവധിക്കാലങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു. നമ്മളും ഇതുപോലെ തന്നെ കാണാത്ത കാഴ്ചകളും ചെയ്യാത്ത പുതിയ പുതിയ അനുഭവങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ. നമ്മുടെ നാട് പോലെ നമ്മുടെ നാട്ടിലും പച്ചപ്പ്, ഇവരുടെ നാട്ടിലും വെള്ളവും പച്ചപ്പ്, ഇഷ്ടം പോലെ വെള്ളം. പിന്നെ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത പല കാര്യങ്ങളും ആലപ്പുഴയിൽ പോയാൽ കാണാൻ പറ്റും. ഓരോ നാട്ടിലും ഓരോരോ രീതി. ഇപ്പോൾ ബോട്ടിലൊക്കെ മണ്ണൊക്കെ കൊണ്ടുപോകണം കേട്ടോ. നമ്മുടെ നാട്ടിൽ കരയിലുള്ള ടിപ്പറി മണ്ണ് കൊണ്ടുപോകണോ, അല്ലെ ബണ്ടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുപോകണതായിരിക്കും. അത് കൊണ്ടുപോകണത് ബോട്ടിലാണ്, വലിയ ബോട്ടിൽ. ഇവരുന്നൊക്കെ വലിയ ബോട്ടാണ്. പിന്നെ നമ്മുടെ
കായൽ സവാരി കഴിഞ്ഞു. ഇനി നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോയത്. അതിൻ്റെ ഒരു വീഡിയോ മറ്റൊരു ദിവസം ഇടാം. ഒരുപാട് ലെങ്തായി പോകും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ, ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. താങ്ക്സ്.